അമേരിക്ക സന്ദർശിക്കാൻ നരേന്ദ്രമോദിയെ ക്ഷണിച്ച് ഡൊണാൾഡ് ട്രംപ്. US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ആണ് പ്രസിഡന്റ് ട്രംപിന്റെ ക്ഷണം നരേന്ദ്രമോദിക്ക് കൈമാറിയത്. ഡൽഹിയിലെത്തിയ മാർക്കോ റൂബിയോ മോദിയുമായി 1 മണിക്കൂർ കൂടിക്കാഴ്ച നടത്തി. പി ബസന്ത് വിവരങ്ങളുമായി. ബസന്ത്, പല കാര്യങ്ങളിലായി പലതവണ ഇന്ത്യയുമായി അത്ര സുഖകരമല്ലാത്ത ഒരു സംഭാഷണമൊക്കെ ഉണ്ടായതിനു ശേഷമാണ് ഇപ്പോൾ വീണ്ടും ആ സൗഹൃദത്തിന്റെ ഒരു സന്ദേശം മാർക്കോ റൂബിയോ വഴി എത്തിച്ചിരിക്കുന്നത്. എന്താണ് വിശദാംശങ്ങൾ? 4 ദിവസ സന്ദർശനത്തിനാണ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ കൽക്കത്ത വഴി ഡൽഹിയിൽ എത്തിയിട്ടുള്ളത്. കൊൽക്കത്തയിൽ അദ്ദേഹം മിഷണറീസ് ഓഫ് ചാരിറ്റീസിന്റെ സന്യാസ സമൂഹം സന്ദർശിക്കുകയൊക്കെ ചെയ്തിരുന്നു. അതിനുശേഷമാണ് ഡൽഹിയിലെത്തിയത്. ഡൽഹിയിൽ ആദ്യത്തെ കൂടിക്കാഴ്ച തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായിട്ടായിരുന്നു. വിദേശമന്ത്രി എസ് ജയശങ്കർ, എന്നത്തെ അജിത് ഡോവൽ തുടങ്ങിയവരൊക്കെ തന്നെ യോഗത്തിനുണ്ടായിരുന്നു. ആ യോഗത്തിലാണ് വൈറ്റ് ഹൗസ് സന്ദർശിക്കാനുള്ള ഡൊണാൾഡ് ട്രംപിന്റെ ഒരു അഭ്യർത്ഥന മാർക്കോ റൂബിയോ നൽകിയത്. ക്വാഡ് വിദേശമന്ത്രിമാരുടെ ഉച്ചകോടിയിൽ പങ്കെടുക്കാനാണ് മാർക്കോ റൂബിയോ ഇവിടെ എത്തിയിട്ടുള്ളത്. മാത്രമല്ല, അമേരിക്കൻ എംബസിയിൽ ഒരു അനക്സ് കെട്ടിടം പണിയുന്നുണ്ട്. അതായത് ഈ വിസ സർവീസിംഗ് അടക്കമുള്ള കാര്യങ്ങൾ ആ കെട്ടിടത്തിലേക്ക് മാറ്റുന്നു. ആ പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം അല്പസമയം മുമ്പ് മാർക്കോ റൂബിയോ നിർവഹിച്ചിട്ടുണ്ട്. ഇന്ന് വൈകിട്ട് അമേരിക്കൻ അംബാസിഡർ സെർജി ഗോർ നടത്തുന്ന വിരുന്ന സൽക്കാരത്തിൽ ഇപ്പോൾ വിദേശമന്ത്രി എസ് ജയശങ്കറും വിദേശ സെക്രട്ടറി വിക്രം മിശ്രി അടക്കമുള്ളവരും പങ്കെടുക്കുകയാണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു വിശ്വാസക്കേട് അല്ലെങ്കിൽ വിശ്വാസ കമ്മി ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിലുണ്ടായിരുന്നു. അത് ഒന്ന് പഴയ സ്ഥിതിയിൽ എത്തിക്കുന്നതിന്റെ ഭാഗമായിട്ടായിരിക്കാം ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ നേരിട്ട് മോദിയെ അമേരിക്ക സന്ദർശിക്കാനുള്ള ക്ഷണം നൽകിയിരിക്കുന്നത്. ശരി, പി ബസന്താണ് വിവരങ്ങൾ നൽകിയത് ഡൽഹിയിൽ നിന്ന്.